ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. നിങ്ങളുടെ ഉള്ളങ്കാൽ ചവിട്ടുന്ന ഇടമൊക്കെയും നിങ്ങൾക്കാകും. നിങ്ങളുടെ അതിർ മരുഭൂമി മുതൽ ലെബാനൻ വരെയും ഫ്രാത്ത് നദി മുതൽ പടിഞ്ഞാറേ കടൽ വരെയും ആകും. മതി. ദൈവം ഇതെല്ലാം ചെയ്യുമ്പോഴും ദൈവം നമ്മളോട് വ്യക്തമായിട്ട് പറയുന്ന ഒരു ഭാഗം ഇതാണ്: ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട് നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. ഇന്ന് ഈ ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഒരു വ്യക്തമായൊരു ഭാഗം ഇതാണ്: ഈ സകല ജാതികളെ നീക്കി ഇസ്രായേൽ മക്കളോട് പറയാ, ഞാൻ നിങ്ങളെ എങ്ങോട്ട് കടത്തിവിടാൻ പോവാ? ഈ ശ്രേഷ്ഠമായ ദേശത്തേക്ക് കടത്തിവിടാൻ പോകുകയാണ്. നിങ്ങളെക്കാൾ ബലവും നിങ്ങളെക്കാൾ ശ്രേഷ്ഠതയുമുള്ള ജാതിയെ ഞാൻ നീക്കിയിട്ട് ദൈവം പറയാ, എന്റെ ജനത്തെ അങ്ങോട്ട് കടത്തിവിടാൻ പോവുകയാണ്. പക്ഷേ ദൈവജനത്തിന് ഒരു പ്രത്യേകതയുണ്ട്. അവരെന്ത് ചെയ്യണം? വായിച്ചേ. ഞാൻ നിങ്ങളോട് ആജ്ഞാപിക്കുന്ന ഈ സകല കൽപ്പനകളും ജാഗ്രതയോടെ സകല കൽപ്പനകളും ജാഗ്രതയോടെ പ്രമാണിച്ചുകൊണ്ട്, വായിച്ചേ, നിങ്ങൾ നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും. ഇതൊക്കെ ചെയ്യുമ്പോഴും നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങളുടെ ദൈവമായ യഹോവയെ സ്നേഹിക്കുകയും അവന്റെ എല്ലാ വഴികളിലും നടന്ന് അവനോട് ചേർന്നിരിക്കുകയും ചെയ്താൽ യഹോവ ഈ ജാതികളെയെല്ലാം നിങ്ങളുടെ മുമ്പിൽ നിന്ന് നീക്കിക്കളയും. വായിച്ച അർത്ഥൂടെ: നിങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതികളുടെ ദേശം നിങ്ങൾ കൈവശമാക്കും. പ്രൈസ് ദി ലോർഡ്. മതി. നിങ്ങളെക്കാൾ ബലവും വലിപ്പവുമുള്ള ജാതികളുടെ ദേശം ഇന്ന് ദൈവം തന്റെ ജനത്തെ ഏൽപ്പിക്കാൻ പോവുക. ഹല്ലേലൂയ. അതുകൊണ്ട് നമുക്ക് അവൻ ആ ദേശം അവകാശമായി തരുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, അവന്റെ സകല പ്രമാണങ്ങളെയും ജാഗ്രതയോടെ അനുസരിക്കുവാൻ, പ്രമാണിക്കുവാൻ തയ്യാറാവണം. ദൈവത്തിന്റെ പ്രമാണം അനുസരിക്കുന്ന ഒരു വ്യക്തിയെ ദൈവം അനുഗ്രഹിക്കുന്നതിന് യാതൊരു ലിമിറ്റുമില്ല. അത് എങ്ങനെ പറഞ്ഞ് മനസ്സിലാക്കണമെന്ന് എനിക്കറിയത്തില്ല. നമ്മളെയൊക്കെ ആയിരിക്കുന്ന തലത്തിലല്ല, ദിനംതോറും നമ്മുടെ തലം തന്നെ മാറ്റിക്കോളും. നമ്മൾ ഈ തലത്തിലാണ് നമ്മൾ വളരേണ്ടതില്ല, ആ തലത്തിലല്ല, നമ്മുടെ തലത്തിന്റെ ലെവൽ പോലും ദൈവം മാറ്റും. ദൈവത്തെ അനുസരിക്കുന്ന ജനത്തോടുള്ള ദൈവത്തിന്റെ ആ ഒരു സ്നേഹം നമ്മളൊന്ന് അനുഭവിച്ചറിഞ്ഞുണ്ടല്ലോ, ഇതിങ്ങനെ കിട്ടുന്ന മുറയിൽ ടോം ആൻഡ് ജെറി പോയിരുന്ന് വായിക്കുന്ന പോലെ അങ്ങ് വായിക്കും, കാർട്ടൂണിനകത്ത്. ഹല്ലേലൂയ. അതുകൊണ്ട് ഈ ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ ഒരു അനുഭവം നമുക്കുണ്ടായാൽ ഒരു കാര്യം ഉറപ്പാ, കനാൻ ദേശം നിങ്ങൾക്ക് തന്നിരിക്കും. ഇന്ന് ദൈവം നമ്മളെ അതിലോട്ട് കയറ്റിവിടുക. ഈ ശുശ്രൂഷ കഴിയുമ്പോഴത്തേക്കും നമ്മൾ കനാൻ ദേശത്തേക്ക് എൻ്റർ ചെയ്യാൻ പോവുക. ദൈവം നമ്മളെക്കാൾ ബലവും വലിപ്പവുമുള്ള ജാതിയെ തകർത്തിരിക്കും. പ്രൈസ് ദി ലോർഡ്. കണ്ണുകളെ അടയ്ക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവേ, ഈ നല്ല ദിവസത്തിനായിട്ട് നിന്നെ ഞങ്ങൾ സ്തുതിക്കുക. ഇത്ര ശ്രേഷ്ഠമായ ഒരു വചനം ഞങ്ങൾക്ക് തന്ന, അതിലേറ്റവും ശ്രേഷ്ഠമായ ചില മുത്തുകളെ ഞങ്ങൾക്കിന്ന് പെറുക്കി തന്നതിനാൽ സ്തോത്രം. കർത്താവ്, ഈ മുത്തുകൾ ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അനുഗ്രഹമാകാൻ പോകുന്നവർക്ക് സ്തോത്രം. നീ ഇന്ന് ഞങ്ങളെ കനാൻ ദേശത്തേക്ക് കയറ്റിവിടാൻ പോകുന്നവർക്ക് സ്തോത്രം. ഞങ്ങളെക്കാൾ വലിപ്പവും ബലവുമുള്ള ജാതിയെ തകർത്ത്, ഹല്ലേലൂയ കർത്താവേ, അവരുടെ അവകാശം നീ ഞങ്ങൾക്ക് നൽകാൻ പോകുന്നവർക്ക് സ്തോത്രം. ഹല്ലേലൂയ. നന്ദി കർത്താവേ. നിന്റെ വലിയ കൃപ വ്യാപരിക്കട്ടെ. നിന്റെ വലിയ നന്മ ഞങ്ങളുടെ മേൽ വ്യാപരിക്കട്ടെ. അഭിഷേകത്തിന്റെ ശക്തി വ്യാപരിക്കട്ടെ. ഞങ്ങൾക്ക് മാത്രമല്ല, ഞങ്ങളെ കണ്ടുകൊണ്ടിരിക്കുന്ന സകല ജനത്തിന്റെ മേലും ഇതൊന്ന് വ്യാപരിക്കണം. കർത്താവെ, ഈ അവകാശം അവരും കൈവശമാക്കണം. അതിനായിട്ട് നീ അനുഗ്രഹിച്ചാട്ട്. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ സ്വർഗീയ പിതാവേ.